ഹലോ ഗായ്സ്, എല്ലാവർക്കും ലാല ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന എവിടേക്കാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ? ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടി പോവുക കേട്ടോ. അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ അഡ്വഞ്ചറസ് ഒന്നും അല്ലെങ്കിൽ പോലും ഈ വെള്ളമൊക്കെ കണ്ടാൽ പേടിയുള്ള ഒരാൾക്ക് ബോട്ടിൽ കയറുക അല്ലെങ്കിൽ ഒരു തോണിയിൽ കയറുക അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു പേടിയുള്ള കാര്യം തന്നെയാണ് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെ. ദേ വരുന്ന സാധനത്തിൽ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതെങ്ങനെ അവർ കയറൊക്കെ കെട്ടി നല്ലോണം ആ ബോട്ട് നന്നായിട്ട് കരയ്ക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കുറച്ച് ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിതേ ഈ സ്റ്റെയർ വഴിയാണ് താഴത്തേക്ക് ഇറങ്ങേണ്ടത്. കാണുമ്പോൾ ചെറിയൊരു സ്റ്റെയർ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഗൈസ് അതിൻ്റെ താഴത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് സ്റ്റെയർ അല്ല, ഒരു ചെരിഞ്ഞിട്ടുള്ള ടൈപ്പുള്ളൊരു സ്റ്റെയർ ആയതുകൊണ്ട് ഭയങ്കര എല്ലാവർക്കും ഒരു പേടി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങി വരുന്ന ആ ഫ്ലോറ് അതിങ്ങനെ വേവ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ കാണിച്ച ആ സ്റ്റെപ്പ് വഴിയാണ് ബോട്ടിലേക്ക് നമ്മൾ കയറേണ്ടത്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ഊഴായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. മക്കളെയൊക്കെ കുറച്ച് എടുത്ത് പൊക്കാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ പൊക്കി കയറ്റി. വലിയ വലിയ ആൾക്കാർക്കൊക്കെ കയറാനായിരുന്നു ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഈ മരമൊക്കെ കയറി പരിചയമുള്ളവർക്ക് ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമല്ല. അങ്ങനെ സുരക്ഷിതമായിട്ട് ബോട്ടിലേക്ക് എല്ലാവരും കയറുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചാലഞ്ച്. അങ്ങനെ എല്ലാവരും തന്നെ സേഫായിട്ട് ബോട്ടിലേക്ക് കയറി ഇതേ പോകുന്ന ഉള്ളിൽ തന്നെ ഫസ്റ്റ് ഒരു ഓപ്പൺ ഏരിയ ആണ്. നമുക്കവിടെ അലൗഡ് അല്ല ഇരിക്കാൻ വേണ്ടി. പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ചെറിയൊരു സ്പേസാണ്. രണ്ട് സൈഡായിട്ട് നമുക്ക് ഇരിക്കാനുള്ളതും ബാക്കി 4 സീറ്റുകൾ അത് ഓടിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നതുമായിട്ടുള്ള സ്പേസാണുള്ളത്. നല്ല ചൂടായിരുന്നു ഗൈസ്. ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന പോലെ, കുടുങ്ങി നിൽക്കുന്ന പോലെ തോന്നി. പക്ഷേ അതിൽ പോകുന്ന യാത്ര നല്ലൊരു സുഖമുള്ള യാത്രയെന്ന്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയില്ലേ, ആ കടലിൻ്റെ പല രീതിയിലുള്ള വേവ്സൊക്കെ കണ്ട്. പിന്നെ കുറേ ഷിപ്പുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക്